അപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. മുത്തു എന്നായിരുന്നു കല്യാണ പെണ്ണിൻ്റെ പേര്. അവളുടെ അവളെക്കുറിച്ച് നമുക്ക് കുറച്ച് പറയാം. അവൾ 10ാം ക്ലാസ് വരെ പഠിച്ച് പിന്നെ ക്ലാസ് നിർത്തി. പിന്നെ പോയതൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ഓരോ കല്യാണാലോചനകൾ അങ്ങനെ വന്നു. നല്ല സുന്ദരിയായിരുന്നു. നീളം കുറഞ്ഞിട്ട് നല്ല വെളുത്തിട്ട് സുന്ദരിയായിരുന്നു മുത്തു. അപ്പോൾ മുത്തുവിനൊരു ജ്യേഷ്ഠത്തിയുണ്ട്, ഒരനിയനുണ്ട്. അവളുടെ ഉപ്പ എന്ന് പറയുന്നത് ഗൾഫിലായിരുന്നു. പിന്നെ ഉമ്മ സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. അങ്ങനെ അവരുടെ ഉപ്പാനെ കൊണ്ടുവരാൻ പോവുകയാണ്. അവർ വളരെയധികം സന്തോഷത്തിലായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഉപ്പാനെ കാണാനുള്ളതും പിന്നെ ഉപ്പാനോട് കുറേ വിശേഷങ്ങൾ പറയാനുള്ളതും പിന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം അങ്ങനെ മനസ്സിലൂടെ ഓടിക്കളിക്കുകയായിരുന്നു. അങ്ങനെ അവർ കരിപ്പൂർ എയർപോർട്ടിലെത്തി. കുറേ പേര് വീട്ടിലേക്കും നാട്ടിലേക്കും വരുന്നതും അവരെ കുടുംബാംഗങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതും ഒക്കെ ഇവർ കണ്ടുകൊണ്ടേയിരുന്നു. ഇവരും അങ്ങനെ അവരുടെ ഉപ്പാനെ കാത്തിരുന്നു. കുറേ നേരം കാത്തിരിപ്പിന് ശേഷം അവരുടെ ഉപ്പ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ സന്തോഷം കൊണ്ട് ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഉമ്മ കൊടുത്തു. മോളെ മുത്തു, നീ വലിയ കുട്ടിയായില്ലേ, എൻ്റെ കല്യാണമൊക്കെ ആയില്ലേ, ഉപ്പാനോടൊന്നും പറഞ്ഞില്ല എന്ന് തമാശ രൂപേണേ ഉപ്പ മുത്തുവിനോടായി പറഞ്ഞു. പക്ഷെ മുത്തുവിനപ്പോൾ ഭയങ്കര സങ്കടമാണ് വന്നിരുന്നത്. ഉപ്പാനെ കണ്ട സന്തോഷവും ആനന്ദക്കണ്ണീര് അറിയുമല്ലോ അതും. പിന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ വലിയ കുട്ടിയായി താൻ വീട്ടിൽ നിന്ന് പോവുകയാണ്, ആ ഒരു സങ്കടവും ഒക്കെ ആയപ്പോൾ അവൾ കരഞ്ഞു പോയി. എന്താ മുത്തു, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ, നീ ഇത്ര ചെറിയ കുട്ടിയാക്കിയെടുത്തിട്ടോ ഇങ്ങനത്തെ കാര്യത്തിൽ കരയാനായിട്ട് എന്ന് പറഞ്ഞു ഉപ്പ അവളെ ചേർത്ത് വിളിച്ചു. അങ്ങനെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. പോരുന്ന വഴിക്ക് ഹോട്ടലിൽ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ആനന്ദപൂർവ്വം അവർ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഉപ്പ വന്നതിൻ്റെ മറ്റു വിശേഷങ്ങളായി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.